ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് 6 ദിവസങ്ങൾ ബാക്കി നിൽക്കവേ സിനിമയുടെ ഒരു വമ്പൻ പ്രീ സെയിൽ ബുക്കിംഗ് ആണല്ലോ നാം നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആക്കപ്പെട്ട പ്രീ സെയിൽ കണക്കുകളിലേക്കാണ് വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയുടെ 40 ലക്ഷം പ്രീസെയിൽ കളക്ഷനിലേക്ക് എത്തപ്പെട്ട സിനിമ ഇന്ന് രാവിലെ 10 മണിയോടെ 50 ലക്ഷം പ്രീസെയിൽ കളക്ഷനിലേക്കായിരുന്നു എത്തിയത്. അതിനുശേഷം അപ്ഡേറ്റഡ് പ്രീസെയിൽ കളക്ഷൻ വന്നത് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമായിരുന്നു. അത് പ്രകാരം 59,000 ആളുകൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തപ്പോൾ 90 ലക്ഷത്തിനടുത്ത് പ്രീസെയിൽ കളക്ഷൻ ആയിരുന്നു സിനിമ നേടിയെടുത്തത്. ഇപ്പോഴത്തെ ഏറ്റവും അവസാനം വന്ന പ്രീസെയിൽ കണക്കുകൾ പ്രകാരം 5:30 പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 1 കോടിക്ക് മുകളിൽ കേരള പ്രീസെയിൽ കളക്ഷനിലേക്ക് മലൈക്കോട്ടെ വാലിബൻ പ്രീസെയിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. അത് പുറത്തുവിട്ടിരിക്കുന്നത് ഫ്രൈഡേ മാറ്റിനെയാണ്. ആരുടെ ഫാൻ പേജ് ആണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിവുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ തള്ളാണ് കളക്ഷൻ എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥമില്ല എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ ഇന്ന് അർദ്ധരാത്രിയുടെ പ്രീസെയിൽ കേരളത്തിൽ 1 കോടി കടക്കുമെന്നാണ് നേരത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതെങ്കിൽ അർദ്ധരാത്രി വരെ കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് വൈകിട്ട് തന്നെ 1 കോടി കടന്നിരിക്കുകയാണ്. രാത്രിയോടെ അത് 1.5-2 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നു. ഫാൻ ഷോകളിലെ ടിക്കറ്റ് വിൽപ്പന കൂട്ടാതെയാണ് ഈ പറഞ്ഞ 1 കോടി എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. അതുകൂടി കൂട്ടുകയാണെങ്കിൽ 1,15 ലക്ഷത്തോളം കേരളത്തിൽ ഒരുപക്ഷെ പ്രീസെയിൽ കളക്ഷൻ സിനിമ നേടിയിട്ടുണ്ടാകും. വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 2 കോടി ടച്ച് ചെയ്തു എന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. കാത്തിരിക്കൂ മലൈക്കോട്ടെ വാലിബന്റെ അടുത്ത വാർത്തകൾ കേട്ടാം. സലാർ എന്ന പ്രഭാസ് നായകനെ എത്തിയ സിനിമ ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഇന്ത്യൻ സിനിമകളിലെ ഏറ്റവും വലിയ സിനിമയാണല്ലോ. ഇന്ത്യൻ സിനിമകളിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സലാറിന്റെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഇന്ന് സർപ്രൈസ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ അതായത് ജനുവരി 20-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ സലാർ OTT റിലീസ് ചെയ്യും. തെലുഗു, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളിലായിരിക്കും പൃഥ്വിരാജും പ്രഭാസും ഭാഗമായ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുക. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച KGF എല്ലാം തന്നെ 1000 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമയെല്ലാം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തി 50 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു OTT റിലീസ് ചെയ്തത്. എന്നാൽ സലാർ ഇവിടെ 28-ാം ദിവസം OTT റിലീസ് ചെയ്യുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. എന്തായാലും വളരെ വേഗത്തിലാണ് സിനിമയുടെ OTT റിലീസ് എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. അതേസമയം സിനിമയുടെ കളക്ഷൻ എത്രയായി, സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കിടയിൽ നാം കാണുന്നു. കൃത്യമായ കളക്ഷൻ എന്ത് പറയണമെന്ന് അറിയാത്തത് കൊണ്ടാണ് കളക്ഷൻ വീഡിയോസ് ചെയ്യാത്തത് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. കഴിഞ്ഞ വർഷം എത്രയോ വലിയ സിനിമകൾ വന്നു. ലിയോ വന്നു, അനിമൽ വന്നു, ജവാൻ വന്നു, ജയിലർ വന്നു, പത്താൻ എല്ലാം തന്നെ വന്ന വർഷമാണ്. ആ സിനിമകളുടെ എല്ലാം തന്നെ കൃത്യമായ കളക്ഷൻ നമുക്ക് ലഭ്യമായി. എന്നാൽ സലാറിന്റെ കാര്യത്തിൽ കളക്ഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പ്രത്യേകം പറയാതിരിക്കാനായിട്ട് വയ്യ. പലയിടങ്ങളിലെ പല ഫിഗേഴ്സാണ്. 600 കോടി രൂപ മുതൽ 700, 750, 775 കോടി രൂപ വരെ അവസാനം എത്തിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് കൃത്യമായ കളക്ഷൻ എന്ന് നമുക്ക് ഒരു വ്യക്തതയുമില്ല. ബിസിനസ് അടക്കം സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ്. എന്നാൽ തിയേറ്റർ റൈറ്റ്സ് ബേസിസിൽ സിനിമ വിജയിച്ചോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. എന്തായാലും നിങ്ങൾ പ്രേക്ഷകർക്ക് അറിവുള്ള സിനിമയുടെ കളക്ഷൻ ഫിഗേഴ്സ് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ.